അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉള്ളത് അജ്മാൻ സിറ്റി സെൻറ്ററിലാണ്. സിറ്റി സെൻറ്ററിലെ കാഴ്ചകൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം അജ്മാൻ സിറ്റി സെൻറ്ററിലെ കാഴ്ചകൾ കാണട്ടോ. ഇന്ന് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വാച്ച് ഫുൾ വീഡിയോസ്, ലൈക്ക് ആൻഡ് കമൻറ്റ്സ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇത് ഫുഡ് കോർട്ടാണ്, സിനാബോൺ. പിന്നെ കുട്ടികളെ കളിക്കുന്ന സ്ഥലമാണ്. കുട്ടികൾക്കുള്ള എല്ലാവിധ ഗെയിമുകളും ഉണ്ട് ഇവിടെ. മക്കൾക്ക് കളിക്കാൻ ഇഷ്ടം പോലെ ഇതുണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ ഫാമിലിയൊക്കെ വന്ന സമയത്ത് ഞങ്ങളൊക്കെ വന്നിരുന്നു ഇവിടെ. ടൈം പാസിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. യു എയിലുള്ളവരൊക്കെ, അജ്മാനിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഫ്രീ ടൈമിനൊക്കെ വരിക ഇവിടെ. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. സിറ്റി സെൻറ്ററിൽ, അജ്മാൻ സിറ്റി സെൻറ്ററിലാണ്. വെറുതെ റൂമിലിരുന്ന് ബോറടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആവാം എല്ലാവർക്കും. മക്കളൊക്കെ, ഫാമിലിയൊക്കെ ഉള്ളവരൊക്കെ എന്തായാലും വരണം. ഇഷ്ടം പോലെ പ്ലേ ഏരിയ ആണ്. മക്കൾക്ക് ഇഷ്ടം പോലെ കളിക്കാൻ മാത്രം ഉണ്ട് ഇവിടെ. ഇതിലൊന്നും ആരും കയറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ആൾക്കാരുണ്ടാവും. ഇപ്പം മക്കൾ മറ്റേ ബൈക്ക് റേസിങ്ങിൻ്റെ അതിലൊക്കെ. ഇതൊക്കെ എന്തോ ഗെയിമാട്ടോ. ഇതിലേക്ക് കോയിൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, കളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇതൊക്കെ ഓരോരോ ഗെയിമുകളാണ്. ഇതൊക്കെ മറ്റേ കോയിൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും ഓരോന്ന്. ഇതൊക്കെ ഓരോരോ കളിക്കാനുള്ള ഇതാട്ടോ കുട്ടികൾക്കുള്ള. ഇതൊക്കെ കോയിൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, കളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഗിഫ്റ്റുകളാണ്. ഒരു തരം ഇട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാ ടോയ്സുകളും കിട്ടും. കുറച്ച് ഐഡിയ വേണം, എങ്കിലും മാത്രമേ കിട്ടൂ.
ഇതൊക്കെ മറ്റേ ഇതാണ്, ചെറിയ മക്കൾ കളിക്കുന്ന കാറുകൾ. മക്കൾക്ക് ടൈം പാസിന് നല്ല രസമാണ്. ഇതുണ്ടല്ലോ, നല്ല നല്ല രസമല്ലേ. ഇവിടെയുണ്ട് കേട്ടോ കുറേ കാറുകൾ, മക്കൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. മക്കൾക്ക് നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ. അതുപോലെ നല്ല മറ്റേ ജീപ്പ് ഇതാ, ഒരു ചെറിയ മോന അതിൻ്റെ മുകളിൽ കൂടെ കയറിയത്. ഇഷ്ടം കുറേ ഇതുണ്ട് കേട്ടോ കളിക്കാൻ. മക്കൾക്ക് കളിക്കാൻ മാത്രം സൗകര്യമുണ്ട്. ചെറിയ മക്കള് ബൈക്കിൽ കണ്ടില്ല. അജ്മാനിലെ മറ്റേ സിറ്റി സെൻ്ററിലുള്ള KFC ആണ്. അപ്പം മക്ഡൊണാൾഡിൽ നിന്ന് ഒരു ഐസ്ക്രീം കഴിക്കട്ടെ. മക്ഡൊണാൾഡിൽ നിന്ന് സാധനം ഒന്നും വാങ്ങാൻ പാടില്ല എന്നൊക്കെയാണ് പറയൽ, എങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഐസ്ക്രീം നമ്മളെ ഒരു ഇതാണല്ലോ, വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ജോലിബി, സബ്വേ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടം മറ്റേ സൗദീൻ്റെ ഒരിതുണ്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ കഴിക്കാറുള്ളൂ. പേര് മറന്നുപോയി. എന്തേലും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. പെർഫ്യൂം ഷോപ്പാണ്, ഇഷ്ടംപോലെ പെർഫ്യൂംസ്. ലെവിസിൻ്റെ ഒരു ഷോപ്പാട്ടത്, ബ്രാൻഡഡ് സാധനങ്ങളായി. സിറ്റി സെൻ്ററിലെ സൂപ്പർ മാർക്കറ്റിലേക്കാട്ടോ പോകുന്നത്. ഫോണിൻ്റെ ഏരിയ ആണ്. ഐഫോണ്,
ലേറ്റസ്റ്റ് ഐഫോണാണ്. iPhone 16. iPhone 16 Pro Max. iPhone 16 Pro. ലിനോവൻ്റെ ലാപ്ടോപ്പാണ്. ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഇവിടെ. ചെറിയ ടൈപ്പ്, വലിയ ടൈപ്പ്, പുതിയ മോഡലുകൾ മൊത്തം. അതുപോലെ പ്രിൻ്റർ, കാനണിൻ്റെ പ്രിൻ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. ചെറിയ ടൈപ്പ്, വലിയ ടൈപ്പ്. സിറ്റി സെൻറ്ററിലേക്ക് കൂടെ വന്നാൽ മതി. ഏത് മോഡലും കമ്പനി സാധനങ്ങൾ, ഒറിജിനൽ സാധനങ്ങൾ. ഫോണിൻ്റെ ഒക്കെ നല്ല ശേഖരം. ചെറിയ മോഡൽ, ചെറിയ പൈസൻ്റെ ഫോണുണ്ട്, വ്യത്യസ്ത തരം ഫോണുകൾ. സാംസങ്ങിൻ്റെ സെക്ഷനാണ്. സാംസങ്ങിൻ്റെ പുതിയ മോഡൽസ് കാണും. ഗാലക്സി S24 എല്ലാം ഉണ്ട്. ചോക്ലേറ്റ്സ് ഒരു ശേഖരമുണ്ട് കേട്ടോ. 2650 ടിക്സ്. ഷ്വൽസ്, M&M. ടെഫലിൻ്റെ കുക്കറാ ഓഫറെന്ന് തോന്നുന്നു. ടെഫൽ സെക്യൂരിറ്റി സെറ്റ് 4+6 ലിറ്ററിൻ്റെ 229 ദിർഹംസ്. ഇത് പിന്നെ വീട്ടിലെ ഹോം അപ്ലയൻസസ് ആണ്. ഇഷ്ടം പോലെ ഒക്കെ ഓഫറുകളും ഉണ്ട് കേട്ടോ. ഫ്രൈ പാൻ ഏത് തരമാണെങ്കിലും ഉണ്ട്. മറ്റേ കൂടുകളുണ്ടല്ലോ, ഡെസേർട്ടിലൊക്കെ പോയിട്ട് ആൾക്കാർക്ക് മക്കൾ കളിക്കുന്ന കൂടുകൾ, ഡെസേർട്ടിലൊക്കെ പോയിട്ട് താമസിതാക്കുന്ന, ഇതൊക്കെ നാട്ടിൽ ഈ ചെറിയ പൈസ കിട്ടാൻ മതി. ഇവിടെ നല്ല വിലയാണ്. ഡിന്നർ സെറ്റുകളാട്ടത്, വെറൈറ്റി മോഡൽ ഡിന്നർ സെറ്റുകൾ.
100 ദിറംസൊക്കെ ആണ് ഓരോരോ സെറ്റിന്. 100, 250 ഉണ്ട്. വ്യത്യസ്ത ടൈപ്പുകൾ. പ്ലേറ്റ്. അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അജ്മാൻ ഫിഷ് മാർക്കറ്റിലെ വീഡിയോസ് ചെയ്തിരുന്നു. അജ്മാൻ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിലെ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. എന്നാലേ പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യം വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയണം. മാറ്റ് നല്ല തുർക്കിൻ്റെ സാധനമാണ്. ഓരോരോ ദിവസം ഓരോരോ പുതിയ ഒഴിവുള്ള സമയത്ത് കേട്ടോ, ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുത്തെത്തും. അപ്പം നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. ഫ്രീ ഉള്ള ആളുകളൊക്കെ, വൈഫൈ ഉള്ളവരൊക്കെ എന്തായാലും മസ്റ്റായിട്ട്, നാട്ടിലുള്ളവരോട് നമ്മൾ നിർബന്ധിക്കൂല. നാട്ടിൽ വൈഫൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡാറ്റ ഉപയോഗിച്ച് എല്ലാവരും ഈ വലിയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയൂല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. അപ്പം വൈഫൈ ഒക്കെ ഉള്ള ആളുകളൊക്കെ ജസ്റ്റ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ഒരു ടാർഗറ്റാണ് യൂട്യൂബ്. പുതുതായിട്ട് യൂട്യൂബ് ചെയ്യുന്ന ആളുകളുടെ ഒരു ടാർഗറ്റാണ് ഫസ്റ്റിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും. ആർക്കും, ഏത് സാധാരണക്കാർക്കും യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും തികച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു കടമ്പുണ്ട്. ആ കടമ്പ കടക്കാൻ പറ്റും. ആ കടമ്പ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടാൻ തുടങ്ങും. അതിനുള്ള കടമ്പയാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക നമുക്ക്. അതുപോലെ 4000 മണിക്കൂർ ആളുകൾ നമ്മുടെ വീഡിയോസ് കാണണം. അതുകൊണ്ടാണ് ഞാൻ വലിയ വലിയ വീഡിയോസ് എടുക്കുന്നത്. 1 മണിക്കൂർ, അരമണിക്കൂറൊക്കെ ഉള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം നമുക്ക് 4000 മണിക്കൂർ വാച്ച് അവേഴ്സ് ആവണം. ഫസ്റ്റിലത്തെ യൂട്യൂബ് ഏത് തുടക്കക്കാരനും ഉള്ള ഏറ്റവും വലിയൊരു കടമ്പയാണ് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും. അത് രണ്ടും ആയാൽ മാത്രമേ യൂട്യൂബ് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആളുകളെ കൂടുതൽ ആളുകൾ നമ്മളെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നമുക്ക് പരസ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനതേതെങ്കിലും തുറന്ന് പറയുകയാണ്, എല്ലാവരും ഒന്നും പറയൂല. നമുക്ക് പിന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതൊരാൾക്കും വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ അക്കൗണ്ട്, ജിമെയിൽ അക്കൗണ്ട് മാത്രം മതി. ജിമെയിൽ അക്കൗണ്ടുള്ള ആർക്കും യൂട്യൂബ് തുടങ്ങാൻ പറ്റും. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ള വെറുതെ മറ്റേ യൂട്യൂബിലെ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസൊക്കെ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് യൂട്യൂബിലൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ, നമ്മൾ എവിടെ യാത്ര പോകുന്നത്, അങ്ങനത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്താൽ മതി. എങ്ങനെങ്കിലും നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സും ഒരു 4000 വാച്ച് അവേഴ്സും ഉണ്ടാക്കിയാൽ മതി. അത് രണ്ടും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള ഇത് വരും. മോണിറ്റൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാനുള്ള ഒരിത് വരും. അതൊന്നും ആരും പറഞ്ഞു തരൂല. വേറെ ആർക്കും കിട്ടരുതെന്ന് വിചാരിച്ചിട്ട് എനിക്കതല്ല കേട്ടോ. എൻ്റേതിപ്പോൾ ഓൾറെഡി 1000 സബ്സ്ക്രൈബേഴ്സായി. അതുപോലെ 4000 വാച്ച് അവേഴ്സ് ആയിട്ടില്ല. എൻ്റേത്
500 മണിക്കൂറായിട്ടുള്ളൂ. ഇനിയുണ്ട് 3500 മണിക്കൂറും കൂടി എനിക്ക് ആവണം. 1000 സബ്സ്ക്രൈബേഴ്സായി. അതന്നെ അൽഹംദുലില്ലാഹ് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും മെസ്സേജൊക്കെ ചെയ്യും, ആൾക്കാർ ചെയ്യാന്നൊക്കെ പറയും. നമ്മളെ റിലേറ്റീവിൻ്റെ അടുത്ത് നിന്നൊന്നും നമുക്ക് നമുക്ക് സഹകരണങ്ങളൊക്കെ കുറവായിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കേണ്ട, നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങി നമ്മളെ ഫാമിലി ഗ്രൂപ്പിലും മറ്റല്ലാത്ത ഗ്രൂപ്പിലൊക്കെ ഇപ്പം ഷെയർ ചെയ്ത് എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഫാമിലി റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നമ്മളെ സപ്പോർട്ട് കുറവായിരിക്കും. പിന്നെ നമ്മളെ പുറത്തുള്ള ആളുകളായിരിക്കും, നാട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ നമ്മളെ നല്ല അഭിപ്രായം അയക്കില്ല പറയുക, എന്തിനാപ്പോൾ ഓന് യൂട്യൂബ് തുടങ്ങിയത്, എല്ലാവരും നമ്മളെ നിരുത്സാഹപ്പെടുത്തുക. ഓനിങ്ങൊരു യൂട്യൂബിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ടോ, അങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ പറയാം. അതിൽ നിന്നും നമ്മൾ പിന്തിരിയരുത്, എനിക്ക് പറയാനുള്ളതാണ്. ഇത്ര ഉണ്ടായതൊന്നും പോരെ, ഇനി ഒരു യൂട്യൂബിൻ്റെ ആവശ്യം കൂടി ഉണ്ടോയെന്നൊക്കെ ആൾക്കാർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അതൊന്നും നമ്മൾ മുഖവിലക്ക് എടുക്കരുത്. നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഇതിൽ നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് ഫസ്റ്റിൽ നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകാൻ കുറച്ചൊരു ഇതുണ്ടാവും. അൽഹംദുലില്ലാഹ് ഞാൻ യൂട്യൂബ് കുറച്ച് മുന്നേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒക്ടോബർ 20-ാം തീയതിയാണ് ഞാൻ ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് അതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഒക്ടോബർ 20-ാം തീയതി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 6 ആളോ 7 ആളോ 10 ആളോ അങ്ങനെ. നവംബർ 20 ആകുമ്പോഴേക്ക് അൽഹംദുലില്ലാഹ് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് നല്ലൊരു ഇതായി. പിന്നെ ഒക്ടോബർ 20-ന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം ഞാൻ കുറച്ച് പേര് ഒരു വർഷം 2 വർഷം മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ഞാൻ അതിൽ മൈൻഡ് ചെയ്തില്ലായിരുന്നു. പിന്നെ ആളുകളൊക്കെ എല്ലാവരും നാട്ടിൽ നിന്ന് യൂട്യൂബ് തുടങ്ങുന്നത് അത് കണ്ട് എനിക്കൊരു പൂതി, യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഒരിതാണെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് നല്ലൊരു ഇത് വന്ന് ഒരു ആത്മവിശ്വാസം വന്നു. അങ്ങനെ ആണ് ഞാൻ യൂട്യൂബിൽ ഇറങ്ങിയത്. ഡെയിലി ഒരു 3-4 വീഡിയോസൊക്കെ എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഇടും. പാട്ട്, ഇസ്ലാമിക സ്പീച്ചുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കുട്ടികളെ ദഫ്, അങ്ങനത്തെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട് നല്ല വിധത്തിൽ. അപ്പോൾ എനിക്കൊരു കൂടുതലൊരു വന്ന് ആൾക്കാർ കാണുന്നുണ്ട്, ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നോട് ആൾക്കാരൊക്കെ പറഞ്ഞ്, നിങ്ങൾ നമ്മളെ നാച്ചുറലായിട്ടുള്ളത് ഓൺ വോയിസിൽ വന്നിട്ട് വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഓൺ വോയിസിൽ വന്നിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഉള്ള അജ്മാനിലത്തെ ഓരോരോ കാഴ്ചകളെ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം അജ്മാനിലെ എൻ്റെ 3-ാമത്തെ വീഡിയോ ആണ് തോന്നുന്നത്. ഒന്ന് അജ്മാനിലത്തെ ബീച്ചിലുള്ള കാഴ്ചകളെ കാണിച്ച്, പിന്നെ അജ്മാനിലത്തെ ഫിഷ് മാർക്കറ്റിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു.
അല്ല, ഇത് 4-ാമത്തെ വീഡിയോ ആണ്. പിന്നെ അജ്മാൻ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റ്, മീറ്റ് ആൻഡ് പോൾട്രി മാർക്കറ്റിലെ ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിലൊക്കെ ആൾക്കാർ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് 4-ാമത്തെ എൻ്റെ അജ്മാനിലത്തെ വീഡിയോ ആണ്. അജ്മാൻ സിറ്റി സെൻറ്ററിൽ നിന്നുള്ള വീഡിയോസ്. ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ലിങ്ക് എടുത്തിട്ട്. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ യൂട്യൂബ് തുടങ്ങിയിട്ട് സപ്പോർട്ട്, സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ട ആളുകൾ മെസ്സേജ് ചെയ്യുക. നമ്മൾ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടും സപ്പോർട്ട് തരും. അങ്ങനെ തന്നെയാണ് ഏത് യൂട്യൂബേഴ്സും വലുതാവുന്നത്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് ആൾക്കാർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും എല്ലാം. ഫസ്റ്റിലുള്ള നമ്മുടെ കടമ്പയാണ് 1000 സബ്സ്ക്രൈബേഴ്സ്. 1000 സബ്സ്ക്രൈബേഴ്സും ഒരു 4000 മണിക്കൂർ നമ്മളെ വീഡിയോസ് ആളുകൾ കാണുകയും വേണം. ആ രണ്ട് കടമ്പ നമുക്ക് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യൂട്യൂബ് നമ്മളെ ചെയ്ത വീഡിയോസിനും ചെയ്യാൻ പോകുന്ന വീഡിയോസിനൊക്കെ വീഡിയോസിൻ്റെ ഇടയിൽ പരസ്യം ഇടാനുള്ള ഓപ്ഷൻ തരും. നമ്മളെ വീഡിയോസ് ആളുകൾ കാണുന്നതിനിടയ്ക്ക് ആ പരസ്യങ്ങൾ കാണുന്ന സമയത്തുള്ള അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് യൂട്യൂബ് തരും. അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം, കഴിയുന്ന ആളുകളൊക്കെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എല്ലാവരും നാട്ടിൽ നിന്നാണെങ്കിലും നാട്ടിലുള്ളവരൊക്കെ നമ്മളെ ഓരോരോ ഭക്ഷണങ്ങൾ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം മറ്റേ ആളുകൾ ഇഷ്ടമുള്ള ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ നാട്ടിലെ ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ട് വേറെ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും, കാണും. അങ്ങനെ വ്യൂവേഴ്സ് കൂടും, ആൾക്കാർ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൽ നിന്ന് ആളുകൾ പൈസ വരുമാനം കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ആളുകളുണ്ട് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം വരുന്നത്. അവരൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു. തുടക്കത്തിൽ ആരും വലിയ യൂട്യൂബേഴ്സായിട്ട് വന്നവരല്ല. തുടക്കത്തിൽ ചെറിയ യൂട്യൂബേഴ്സായി തുടങ്ങിയതാണ്. അങ്ങനെ ഓരോരോ വീഡിയോസ് ചെയ്ത് വൈറലായി അങ്ങനെ വലിയ ആൾക്കാരായി വന്നതാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഇതുപോലെ എൻ്റെ പോലെ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് നിങ്ങളും യൂട്യൂബിൽ വരണം. നിങ്ങൾ ഓരോരോ യാത്രകൾ ചെയ്യുന്നവർ, ടൂറ് പോകുന്നവർ ഒക്കെ വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക. അങ്ങനെ തന്നെയല്ലേ നമ്മളെ ഒരാളെ ഏറ്റവും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഓൺ വോയിസിൽ വീഡിയോസ് ഇടുന്നതാണ്. അല്ലാണ്ട് വേറെ ആൾക്കാരെ വീഡിയോസ് നമ്മൾ എടുത്തിടുന്നതിലേക്കാളും നല്ലത് ഓൺ വോയിസിൽ സ്വന്തം വീഡിയോ ഇട്ടാലാണ് നമുക്ക് കൂടുതൽ കാര്യം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് അതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റി സെൻറ്ററിലത്തെ ക്യാരി ഫോറിലുള്ളൊരു കാഴ്ച. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ളത് സാധനങ്ങളൊക്കെയാണ്. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നതെന്നുള്ളൂ.
എന്നിട്ട് നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് 4000 വാച്ച് അവേഴ്സൊക്കെ തയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ഇതുവരെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തുടർന്നും ഉണ്ടാവണം. നാട്ടിലെ നമ്മളെ പേരക്കല്ലേ, പേരക്കാണിത്. ഈജിപ്തിൻ്റെതാണെന്ന് തോന്നുന്നു. 10.95 കിലോന് കേട്ടോ. പ്ലെയിൻസാ, പ്ലംസില്ലേ, പ്ലംസ്, സപ്പോർട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. കസ്താർഡ് ആപ്പിള്, ലബനാൻ്റെ സാധനം അത്. വാൾനട്ട്. അപ്പോൾ ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടോ വീഡിയോസൊക്കെ കണ്ടിട്ട്? ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമല്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, ഞാൻ ചുമ്മാ നമ്മൾ ഇങ്ങനെ ഒരു ടൈം പാസുമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യണമല്ലോ, അത് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വില 12.95. പൊംഗ്രാനൈറ്റ് ഇന്ത്യൻ്റെ സാധനം കേട്ടോ. അത് ഇന്ത്യൻ്റെ തന്നെ 15.50 കേട്ടോ ഇവിടെ. പിന്നെ സ്പെയിൻ്റെതാണിത്. സ്പെയിൻ്റെ ഒന്നിൻ്റെ വലിപ്പം നോക്കി എന്താ ഒന്ന് തന്നെ ഉണ്ട് 1 കിലോ. ഇതെന്താ സാധനം? പ്രിക്ലി പിയറോ? ഇതൊക്കെ എന്താ പഠിച്ച റബ്ബിന് മാത്രമേ. നാട്ടിലെ കർമൂസിൻ്റെ പപ്പായ കിലോ 25-75. അമ്മോ, നാട്ടിൽ ആർക്കും വേണ്ടാണ്ട് കളയുന്ന സാധനം അത്. ഇവിടെ നോക്കി 25-75. എന്ത് വില അത്! നാട്ടിലെ ഇളന്നിക്ക് നല്ല കവറിലൊക്കെ ആക്കി കൊണ്ടുവന്നിരിക്കുന്നത് 6 ദിറംസ്. വിയറ്റ്നാമിൻ്റെതാട്ടോ അത്. പപ്പായക്ക് അമ്മോ, കർമൂസിൻ്റെ വലിപ്പം നോക്കി. ഇതൊക്കെയാണ് ഇവിടുത്തെ കാരിഫോറിലെ സൂപ്പർ മാർക്കറ്റിലെ കഥകൾ. എത്രമാത്രം കൗണ്ടർ ഉണ്ട് നോക്കിവിടെ. 11, 16, 22, 10, 30 കൗണ്ടർ ഉണ്ട് കേട്ടോ ഇവിടെ. ഇഷ്ടം പോലെ കൗണ്ടർ ഉണ്ട്. ഇന്ന് തിരക്കൊന്നുമില്ല കേട്ടോ ഇവിടെ, തീരെ തിരക്കില്ല. ഫ്ലവറിൻ്റെ ഒരു ഷോപ്പാണ്. നല്ല ഫ്രഷ് ഫ്ലവറാട്ടോ. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഈ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല കേട്ടോ.
ഇഷ്ടം പോലെ കാണാനുണ്ട്. ആക്സിയോമിൻ്റെ മൊബൈൽ ഷോപ്പാട്ടത്. പുതിയ ഫോണുകളൊക്കെ എല്ലാം കമ്പനി സാധനം ഉണ്ടാവും. ठीक है देखने के लिए बस. गैलेक्सी मैं आपको दिखाता हूँ. ये सैमसंग का नया फ़ोन कौन सा है? S24 अल्ट्रा. बस वही है, दूसरा नया और भी है लेकिन ये सबसे ऊपर वाला वही है. कितने बड़ा मॉडल चाहिए ना? कितने? ये 3699 का है लेकिन कम तो नहीं हुआ कर देगा डिस्काउंट? नहीं, किस रेंज में चाहिए आप वो बताओ, मैं उस रेंज में बता देता हूँ. नहीं वो S24 का कितने लास्ट? S24 का लास्ट है 3499. 200 डिस्काउंट मिल जाएगा. 200 साथ में आपको कवर उसके टैबी में भी है वही. टैबी भी है. आप टैबी पहले यूज़ करते हैं? हो जाएगा टैबी में. ये भी मैं टैबी से लिया. हाँ फिर हो जाएगा क्योंकि जो नया यूज़र होता है ना उसको वो इतना अमाउंट का नहीं देता. जो पुराना है पहले यूज़ कर रहा है उसको दे देते हैं. कितना? 3499. 499 इसमें 200 कम आएगा. 200 डिस्काउंट किया. साथ में आपको कवर मिल जाएगा, प्रोटेक्टर मिल जाएगा. ये है. यस. हमारे पास और भी कलर है, ब्लैक कलर में भी है लेकिन ये जो है सबसे ज़्यादा ये कलर चल रहा है. ये देखिए. नहीं 3699 लेकिन मैं आपको 3499 दे रहा हूँ. साथ में आपको एसेसरी गिफ्ट वगैरह भी दे देंगे, पावर बैंक भी दे देंगे, हैंड फ्री स्पीकर और स्टैंड. इसको पहले कितने? अभी थोड़ा कमती हो गया. पहले ज़्यादा है, 4000 का ऊपर है राइट? हाँ स्टार्टिंग में जब आता है तब इतने का. मैं एक बार इधर आके फिर चेक किया होता है. സാംസങ്ങിൻ്റെ S24 ആദ്യം 4000-ൻ്റെ മുകളിലായിരുന്നു. ഇപ്പം 3000 സംതിങ്ങിന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എടുക്കാം. അതാണ് പറഞ്ഞത്. ടാബി ത്രൂ എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. സെൻറ്റർ പോയിൻറ്റിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഹോം സെൻറ്റർ എല്ലാം ഉണ്ട് കേട്ടോ. ഏത് ഷോപ്പ് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാത്തൊരു ഷോപ്പും ഇല്ല. ഇവിടെയൊക്കെ ഫുള്ള് 50%, 70% ഓഫറാണ്. എറ്റേണിറ്റി. ഇവിടെ സിറ്റി സെൻറ്ററിനുള്ളിൽ നടന്നാലും തീരൂല. അതിനത്ര ഉണ്ട് കേട്ടോ. ഒരു ലോകം തന്നെ. നടന്ന് നമ്മളെ കാല് ഒരു പരുവത്തിലാവും. ഇത്രയേ ഉള്ളു. ജാക്കീസ് ഇലക്ട്രോണിക്. എൻ്റെ ഫസ്റ്റ് മൊബൈൽ ഞാൻ വാങ്ങിയ ഷോപ്പാട്ടത് ജാക്കീസ്. എല്ലാം ഒറിജിനൽ സാധനമായിരിക്കും ഇവിടെ ഉണ്ടാവുക. പക്ക ഒറിജിനൽ. ഇവിടെ ഐഫോണിൻ്റെ ഒക്കെ വില iPhone 15 2899 കേട്ടോ. iPhone 15 പ്ലസ് 3299. ഇത് iPhone 15 Pro 3799. iPhone 15 Pro Max 4449. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതൊക്കെ പുതിയ ഇത് സാംസങ് ആണ്. ഗാലക്സി എസ് സീരീസില്ല. S23, S24 പുതിയ മോഡൽസുകൾ എല്ലാം ഉണ്ട്. പിന്നെ ലാപ്ടോപ്പുകൾ ലിനോവൻ്റെ 3600, 2099 വ്യത്യസ്ത തരം ടാബുകളുണ്ട്. പിന്നെ ടാബ് ഉണ്ട്. ആപ്പിൾ സാംസങ്ങിൻ്റെത്. മറ്റേ UAE നാഷണൽ ഡേൻ്റെ അലങ്കരിച്ചുണ്ടല്ലോ. നല്ല രസം കിട്ടും. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ഷോപ്പാട്ടോ. ഇതിനൊക്കെ എത്ര വാടക ഉണ്ടെന്ന് അറിയോ? ഇത് ജസ്റ്റ് പാസേജ് ആണെങ്കിലും
ഇതുവരെയൊക്കെ റെൻറ്റിനെടുത്തതാ. നല്ല റെൻ്റ് ഉണ്ടാവും ഇതിനൊക്കെ. കാരിഫോണിൻ്റെ ഉള്ളിലൊരു ഷോപ്പ് കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. ചെറിയ അത്തർ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഊത് അത്തർ, മാക്സ് ഷോപ്പാണ് ഇത്. ഇവിടെ നല്ല ഒറിജിനൽ സാധനങ്ങളുണ്ടാവും. കൂടുതൽ കയറാനുള്ള സമയമില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഇവിടെയൊക്കെ നല്ല സാധനങ്ങളുണ്ടാവും. R&B ഇവിടെ നല്ല ഓഫറുണ്ട് കേട്ടോ. 18 ദിറംസ്, 28 ദിറംസ്, 35 ദിറംസ്, 30% ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഷറഫ് ഡി ജി ക്ലോസ് ആയി തോന്നുന്നു. അതുപോലെ ഈ ഫോണൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഷോപ്പാണ് ഷറഫ് ഡി ജി. നല്ല ബ്രാൻഡഡ് സാധനം ഉണ്ടാവും. ഷറഫ് ഡി ജി ഒക്കെ ക്ലോസ് ആയി തോന്നുന്നു. ആ 10 മണിയായിട്ടോ. ഏതാണ്ട് ഇവിടെ ക്ലോസിങ് ടൈം ആവാനായിട്ടുണ്ടാവും. 12 മണി വരെ ഉണ്ടാവും. പകുതി പോലും സ്ഥലങ്ങളിൽ നമ്മൾ എത്തിയില്ല കേട്ടോ. അത് വേറെ വിഷയം. പിന്നെ എത്തിസലാത്തിൻ്റെ ഔട്ട്ലെറ്റാണിത്. അത് ഓൾറെഡി ക്ലോസ് ആയിട്ടോ. 10 മണി വരെ ഉള്ളൂ. എത്തിസലാത്തിൻ്റെ പണ്ടത്തെ എംബ്ലമൊക്കെ മാറിപ്പോൾ. ആദ്യം ഒരു പച്ച ഇതിലായിരുന്നു. ഇപ്പോൾ അൽ-അൻസാരി എക്സ്ചേഞ്ച്, പിന്നെ ഡൂവിൻ്റെ ഔട്ട്ലെറ്റാണ്. ഒക്കെ ക്ലോസ് ആയിട്ടോ. ടൈം ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഡൂവിൻ്റെ ഔട്ട്ലെറ്റ് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കും തോന്നേ പൊതുവേ തിരക്ക് കുറവാണ്. അല്ലാത്ത വീക്കെൻഡ് ഡേയ്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്ക്. അവിടെ കാല് കുത്താൻ കഴിയില്ല. ഇന്ന് തന്നെ ഇങ്ങനെ ഉണ്ട് കേട്ടോ തിരക്ക്. മറ്റേ ഫുഡ് കോർട്ടിലെ തിരക്കൊക്കെ കാണുന്നത്. വീക്കെൻഡ് ഡേയ്സൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. നമുക്കിങ്ങനെ നടക്കാനൊന്നും ഫ്രീ ആയിട്ട് നടക്കാനൊന്നും കഴിയില്ല. അത്രയും ആൾക്കാരായിരിക്കും. നടന്ന് നമുക്ക് എല്ലാം കാണാനും കഴിയില്ല കേട്ടോ. അത്രയും തിരക്കുണ്ടാവും. പിന്നെ ജസ്റ്റ് എല്ലാ സ്ഥലങ്ങളൊന്നും കാണിച്ചു തരാമെന്നുള്ള. ഇപ്പം ഇവിടെയുള്ള UAE-യിലുള്ള ആൾക്കാർക്കൊന്നും വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല. നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മളെ ഗൾഫിലത്തെ കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഒരു ഇതായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്ത് വിടുന്നത്. UAE-യിലുള്ളവർക്ക് ഇപ്പോൾ അത് എല്ലായിടത്തും സ്ഥിരമായിട്ട് നിന്ന് കാണുന്നതല്ലേ. അവർക്കൊന്നും വലിയ ഇതൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ നിന്ന് ഇവിടെ ഗൾഫിലൊന്നും വരാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ, പുതിയ വീഡിയോ ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ പറയുക.
കഴിയുമ്പോഴൊക്കെ പോസ്റ്റ് ചെയ്യും. बॉस अल्बेक किधर है? अल्बेक ലെഫ്റ്റ്. ആ ആ പിന്നെ നമ്മളെ സൗദീൻ്റെ മെയിനായിട്ടുള്ളൊരു ഷോപ്പാണ് അൽബേക്ക്. അൽബേക്ക് ഇവിടെ സിറ്റി സെൻറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അൽബേക്ക് നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ അൽബേക്ക് കാണിച്ചു തരാം. നല്ല നല്ല ഫുൾ മറ്റേ നെഗറ്റ്സൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്, വില കുറവുമാണ്, എല്ലാം കൊണ്ടും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരിതാണ്. പിന്നെ നമ്മൾ KFC മക്ഡൊണാൾഡൊന്നും കഴിക്കാതെ നിൽക്കുന്നതാണ് നല്ലത്. ഇത് നമ്മളെ സൗദീൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ? അൽബേക്കിലെ ഇത് ഞങ്ങൾ ഹജ്ജിന് പോയ സമയത്ത് പോലും ഞങ്ങൾ അൽബേക്കിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഫാമിലിയൊക്കെ വന്ന സമയത്ത് ദുബായ് മാളിലുണ്ട് അൽബേക്ക്. ദുബായ് മാളിൽ നിന്ന് അൽബേക്കിൽ എന്താ തിരക്ക്. അവിടുന്ന് പോലും ഞങ്ങൾ കഴിച്ചത് അൽബേക്ക് എന്നാണ്. അങ്ങനെ അൽബേക്ക് കണ്ടു. അപ്പോൾ അജ്മാൽ സിറ്റി സെൻറ്ററിലൊക്കെ വരുന്ന ആൾക്കാർ അൽബേക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം നിർബന്ധമായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നഗറ്റ്സിനൊക്കെ. വ്യത്യസ്ത തരം പെർഫ്യൂമുകളുണ്ടാവും, വ്യത്യസ്ത ഫ്രാഗ്രൻസിലുള്ള പെർഫ്യൂംസ്. അങ്ങനെ സിറ്റി സെൻറ്ററിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോകാനുള്ള പുറപ്പാടിലാണ്. അജ്മാൻ സിറ്റി സെൻറ്ററിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഥവാ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി അടിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. വീഡിയോസിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കും തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ഒരു പുതിയ ആളാണെന്നുള്ളവർക്ക് എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ എന്നാൽ ശരി, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.